ഗുരുദേവൻ്റെ കുടിലേക്ക് ഇതാ അവിടെ നമ്മൾ മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്. നല്ല കാറ്റാണ് ഇവിടെ കേട്ടോ, നല്ല കാറ്റുണ്ട്. മരച്ചില്ലകളൊക്കെ ഇങ്ങനെ ആടി ഇലഞ്ഞ് നടക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാണ് നോക്കി, സൂപ്പർ. അപ്പോൾ ഇവിടെ നല്ല കാറ്റ് കേട്ടോ. എന്തൊരു സുഖമാണ് ഇവിടെ നടക്കാനായിട്ട്. ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അതിൻ്റെ മീതയിലേക്ക് ഇതാ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ചെറിയൊരു ആ കുടിൽ അവിടെയാണ്. അവിടെ നിന്ന് നേരെ ഇവിടെ ഒരു ഗണപതി പപ്പ ഇരിപ്പുണ്ട്. ഗണപതി പപ്പ ഇരിക്കുന്ന സ്ഥലമാണത്. അവിടെ നിന്ന് ഇങ്ങനെ അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട്. ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ചുറ്റും മരങ്ങളൊക്കെ, നല്ലൊരു മാവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമുക്ക് ആ കുടിലേക്ക് നമ്മളവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി അവിടെ എത്തി. അപ്പോൾ നമ്മൾ ആ കുടിലേക്ക് കയറാൻ പോവുകയാണേ. കണ്ടോ, അതിൻ്റെ ചുറ്റിനും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇവിടെ അപ്പൂപ്പൻ ഇരിപ്പുണ്ട്, നമ്മുടെ ഗുരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട്. ഇതാ നല്ല എന്താ പറയുക, മുണ്ടൊക്കെ ഉടുത്ത് ഓണക്കോടി ആക്കെ ഉടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ഇരിക്കുന്നുണ്ട് ശരിക്കും ഒരു ആളിങ്ങനെ ഇരിക്കണ പോലെ. ഗുരുവിൻ്റെ മുഖം നല്ല പ്രസന്നമായിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും ഒരാളവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. അപ്പം നമ്മുടെ ഗുരുദേവൻ ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ ഈ ഒരു ലോകമറിയപ്പെടുന്ന ഒരാളായി മാറിയത്. ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഒരുപാട്. അപ്പം നമുക്ക് ഇവിടെ ഗുരുവിൻ്റെ ഒരു വലിയ ഇവിടുത്തെ രീതികൾ പറ്റിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് ചുറ്റും നല്ല എന്താ പറയുന്നത്, ഭയങ്കര ഒരു ശാന്തതയുണ്ട്. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ ഒരു വാതിലേ ഉള്ളൂ ഗുരുവിൻ്റെ. അതായത് ഫ്രണ്ടിലേക്ക് ഗുരുവിന് പണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറാമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു അതിൻ്റെ മുമ്പിലൊരു കാണിക്കാൻ വഞ്ചിയൊക്കെ ഉണ്ട്. അപ്പം ബാക്ക് സൈഡ്, അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിലേക്ക് പോകാം. ഈ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെയാണ്. ആ വീട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ വീട് നല്ല ഒരു കുഞ്ഞു കുടിലാട്ടോ. ഞാൻ ശരിക്കും കണ്ടോ, അവിടെ കുറേ കരിയാപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണ്. ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് അതുപോലൊരു കുഞ്ഞു വീടാണ്. എനിക്കും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്കും ഇതുപോലൊരു കുഞ്ഞു വീട് കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത്രയും നല്ല കുഞ്ഞൊരു കുടിലാണ് എനിക്ക് വേണ്ടത്. കണ്ടോ എന്ത് രസമാണ്. അപ്പോൾ അതുപോലൊരു വീട് ഗുരു ജനിച്ച ഒരു വീടാണിത്. അത്രയും വലിയ മഹാൻ ജനിച്ച ഒരു കുടിലാണിത്. ഇതുപോലെ ഒരു കുഞ്ഞു കുടിലെങ്കിലും തരണേ അപ്പാ എന്നാണ് ഞാനെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു മണ്ണൊക്കെ തേച്ചിട്ട് ചാണാനൊക്കെ മെഴുകിയിട്ട് എനിക്കും വീടുണ്ടാക്കണം. ഇങ്ങനെ തന്നെ ഒരു വീട് എനിക്ക് മതി. എൻ്റെ ഗുരുവപ്പ എനിക്കത് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു കുഞ്ഞു വീടില്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് ഗുരുവപ്പൻ്റെ അടുത്ത് അവിടെ വരുമ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. പുറകിൽ നിന്ന് 2 വാതിലുണ്ട്, ഫ്രണ്ടിൽ നിന്ന് ഒരേ ഒരു വാതിലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റത്തില്ല. തല കുനിഞ്ഞ് കയറണം. ഹൈറ്റ് തീരെയും കുറവാണ്. അപ്പോൾ പണ്ടൊക്കെ ഇതിലേക്ക് ആൾക്കാരെ പ്രവേശിപ്പിക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. അപ്പം കണ്ടോ, നമ്മൾ കറങ്ങി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. അവിടെ എല്ലാം ഓരോ വൃക്ഷങ്ങളും മരങ്ങളും ഒത്തിരി എല്ലാം നല്ല ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പം നല്ല രസമാണ്. ഇതൊക്കെ കണ്ടോ, എന്ത് രസമാണ് നോക്കി. അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ശാന്തതയുണ്ട് അപ്പോൾ എനിക്കും എൻ്റെ ഗുരുവപ്പ എനിക്കും ഇതുപോലെ ഒരു കുഞ്ഞു വീട് തരണേ. ഇതൊക്കെ തന്നെ ധാരാളമാണ് ഒരു മനുഷ്യർക്കൊക്കെ ജീവിക്കാൻ, ഒരു ഫാമിലിക്കൊക്കെ. പണ്ട് കാലത്ത് ഇങ്ങനത്തെ വീടല്ലായിരുന്നോ. അപ്പം ആ വീട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷകരമായ ജീവിതങ്ങൾ നയിച്ചവരുണ്ടല്ലോ നമ്മുടെ ഭൂമിയിൽ. അപ്പോൾ അതുപോലൊരു വീടാണ് എൻ്റെ ഒരു സ്വപ്നത്തിലുള്ളത്. അപ്പോൾ എനിക്കത് സാധിച്ചു തരണേ എന്ന് ഞാൻ എന്താ പറയുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും അത് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയോ. അപ്പം തീർച്ചയായിട്ടും ഈ എന്താ പറയുക, ഒരു ജാതി ഒരു മതം എന്ന് പറയുന്ന നമ്മുടെ ഗുരു ആ ഒരു സങ്കല്പം ഭയങ്കര നല്ലതാണ്. അതുപോലെ എല്ലാവരും ജീവിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ആരും
ഈ ലോകത്ത് ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അവർക്കൊക്കെ അതിനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്താ സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതാ ഇങ്ങനെ വന്ന് കയറും.